പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ ബികോം അക്കൗണ്ട്സ് ആൻഡ് ഡാറ്റ സയൻസ് വിദ്യാർത്ഥികളുടെ അനാലിറ്റിക്സ് യൂസിങ് പൈത്തൺ എന്ന പേപ്പറിൽ നിന്നും ഇന്ന് വർക്കിംഗ് വിത്ത് പൈത്തൺ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വർക്കിംഗ് വിത്ത് പൈത്തൺ എന്ന ടോപ്പിക് CBSE ക്ലാസ് 11 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ പൈത്തൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലും ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വർക്കിംഗ് വിത്ത് പൈത്തൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പൈത്തൺ എന്താണെന്ന് പഠിച്ചു. പൈത്തൺ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഗൈഡോ വാൻ റോസം എന്ന ഡച്ച് പ്രോഗ്രാമറാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ പൈത്തൺ 2 മോഡിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. നമുക്കറിയാം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് കമാൻഡ് മോഡിലും അതുപോലെ തന്നെ GUI മോഡിലും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു പൈത്തൺ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ റൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു പൈത്തൺ ഇന്റർപ്രറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ടു റൈറ്റ് ആൻഡ് എക്സിക്യൂട്ട് എ പൈത്തൺ പ്രോഗ്രാം വി നീഡ് എ പൈത്തൺ ഇന്റർപ്രറ്റർ. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു പൈത്തൺ ഇന്റർപ്രറ്റർ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു പൈത്തൺ പ്രോഗ്രാം എഴുതാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും കഴിയുള്ളൂ. നമുക്കറിയാം, പൈത്തൺ എന്ന് പറയുന്ന ഒരു ഇന്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തണിന്റെ സോഴ്സ് കോഡ് ഒബ്ജക്ട് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരു ഇന്റർപ്രറ്റർ ആണ്. സോ പൈത്തൺ ഈസ് ആൻ ഇന്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇനി പൈത്തണിന്റെ പ്രോംപ്റ്റ്, പൈത്തണിന്റെ കമാൻഡ് പ്രോംപ്റ്റ് ഒരു സിമ്പിൾ, ഒരു 3 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ്. അതിനെ നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയും. പൈത്തൺ ഇന്റർപ്രറ്ററെ നമ്മൾ ഷെൽ എന്ന് വിളിക്കുന്നു. പലപ്പോഴും നമ്മൾ വ്യത്യസ്തമായ പൈത്തൺ ഇന്റർപ്രറ്റർ പലപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. സബ്ലൈം ടെക്സ്റ്റ്, പൈത്തൺ, അതുപോലെ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് പോലെയുള്ള അല്ലെങ്കിൽ IDLE പോലെയുള്ള ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് എൻവയോൺമെന്റ് പോലെയുള്ള പൈത്തൺ ഇന്റർപ്രറ്റർ പലപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ പൈത്തൺ പ്രോഗ്രാം എഴുതണമെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും ഒരു പൈത്തൺ ഇന്റർപ്രറ്റർ ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു പൈത്തൺ ഇന്റർപ്രറ്റർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്രോഗ്രാം എഴുതാനും ആ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാനും കഴിയാറുള്ളൂ. അങ്ങനെ പൈത്തൺ ഇന്റർപ്രറ്ററെ നമ്മൾ പൈത്തൺ ഷെൽ എന്ന് വിളിക്കുന്നു. ടു റൈറ്റ് ആൻഡ് എക്സിക്യൂട്ട് എ പൈത്തൺ പ്രോഗ്രാം വി നീഡ് എ പൈത്തൺ ഇന്റർപ്രറ്റർ ഇൻസ്റ്റാൾ ഓൺ അവർ കമ്പ്യൂട്ടർ. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ പൈത്തൺ ഇന്റർപ്രറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ പൈത്തൺ ഇന്റർപ്രറ്റർ യൂസ് ചെയ്യാം. The Python interpreter is also called Python shell. പൈത്തൺ ഇന്റർപ്രറ്റർ നമ്മൾ പൈത്തൺ ഷെൽ എന്ന് വിളിക്കുന്നു. പലപ്പോഴും ഷെല്ലിൽ ഒരു പ്രോംപ്റ്റ് ലഭ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഡോസ് പ്രോംപ്റ്റ് നമുക്കറിയാം. ആ ഒരു പ്രോംപ്റ്റ് പോലെയുള്ള ഒരു ഇന്റർഫേസ് ആണ് പൈത്തണിന്റെ കമാൻഡ് ഇന്റർഫേസിന്. പൊതുവെ നമ്മൾ സബ്ലൈം ടെക്സ്റ്റ് അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് പോലെയുള്ള പൈത്തൺ ഇന്റർപ്രറ്റേഴ്സ് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർപ്രറ്റർ പലപ്പോഴും ഓൺലൈനായി നമുക്ക് അവൈലബിൾ ആണ്. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ ഒരു ഓൺലൈൻ പൈത്തൺ ഇന്റർപ്രറ്റേഴ്സ് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ ഏതൊരു വ്യക്തിയും പൈത്തൺ പ്രോഗ്രാം എഴുതണമെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ റൺ ചെയ്യണമെങ്കിലും പൈത്തൺ ഇന്റർപ്രറ്റർ അനിവാര്യമാണ്. നേരത്തെ പറഞ്ഞു, പൈത്തൺ ഒരു ഇന്റർപ്രറ്റർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇനി നമ്മുടെ പൈത്തൺ ഇന്റർപ്രറ്ററിന്റെ എക്സിക്യൂഷൻ മോഡ് നോക്കിയാൽ there are 2 ways to run a program using Python interpreter. ഒരു പൈത്തൺ ഇന്റർപ്രറ്റർ ഉപയോഗിച്ച് 2 രീതിയിൽ പൈത്തൺ പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഒന്ന് ഇന്ററാക്റ്റീവ് മോഡ്, 2 സ്ക്രിപ്റ്റ് മോഡ്. നമുക്കറിയാവുന്ന കാര്യമാണ്, പൈത്തൺ ഒരു ഇന്റർപ്രറ്റർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് പൈത്തണിന്റെ സോഴ്സ് കോഡ് ഒബ്ജക്ട് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരു ഇന്റർപ്രറ്റർ ആണ്. ഇന്റർപ്രറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈനായി എക്സിക്യൂട്ട് ചെയ്താണ് ഒരു ഇന്റർപ്രറ്റർ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് പ്രോസസർ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് വിളിക്കുന്നു. ഹൈ ലെവൽ ലാംഗ്വേജിനെ ഒബ്ജക്ട് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ കമ്പൈലർ ഇന്റർപ്രറ്റർ യൂസ് ചെയ്യുന്നത്. ഒന്നീ കമ്പൈലർ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ യൂസ് ചെയ്യും.
C++ പോലെയുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ സി പോലെയുള്ള ലാംഗ്വേജ് കമ്പൈലർ ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ പൈത്തൺ ഇന്റർപ്രറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. There are two ways to run a program using Python interpreter. ഒന്ന് ഇന്ററാക്റ്റീവ് മോഡ്, രണ്ട് സ്ക്രിപ്റ്റ് മോഡ്. ഈ ഇന്ററാക്റ്റീവ് മോഡ് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾ ഡയറക്റ്റ് ആയിട്ട് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സിംഗിൾ ലൈൻ കമാൻഡുകൾ റൺ ചെയ്യാനാണ് പലപ്പോഴും നമ്മൾ ഇന്ററാക്റ്റീവ് മോഡ് യൂസ് ചെയ്യുന്നത്. ഇന്ററാക്റ്റീവ് മോഡ് ഈസ് കൺവീനിയന്റ് ഫോർ ടെസ്റ്റിംഗ് സിംഗിൾ ലൈൻ കോഡ്. പലപ്പോഴും സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ഇന്ററാക്റ്റീവ് മോഡ് യൂസ് ചെയ്യുന്നത്. In the interactive mode, we can type a Python statement on the prompt directly. നമ്മൾ എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഇന്റർപ്രറ്റർ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യും. As soon as we press the enter key, the interpreter executes the statement and display the result. പലപ്പോഴും ഇന്ററാക്റ്റീവ് മോഡ് ഉപയോഗിച്ച് സിംഗിൾ ലൈൻ കോഡുകളാണ് പലപ്പോഴും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. Interactive mode is convenient for testing a single line code. സിംഗിൾ ലൈൻ കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും ഇന്ററാക്റ്റീവ് മോഡ് യൂസ് ചെയ്യുന്നത്. ഇന്ററാക്റ്റീവ് മോഡിൽ പൈത്തൺ കമാൻഡുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രോംപ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തു എന്റർ പ്രസ് ചെയ്യുന്ന അവസരത്തിൽ ഈ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഡോസ് പ്രോംപ്റ്റിലും ഈ രൂപത്തിലാണ് പലപ്പോഴും നമ്മൾ കമാൻഡുകൾ എൻ്റർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഇൻ ഇന്ററാക്റ്റീവ് മോഡ്, Python statements are directly typed on the prompt. As soon as the enter key is pressed, the interpreter executes the statement and display the result. ഇനി രണ്ടാമതൊരു മോഡാണ് സ്ക്രിപ്റ്റ് മോഡ്. In script mode, we can write a Python program in a file and save it with .py extension. നമുക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് .py എക്സ്റ്റൻഷനിൽ പ്രോഗ്രാം കോഡുകൾ സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന മോഡാണ് സ്ക്രിപ്റ്റ് മോഡ്. So in script mode, a Python program is saved with .py extension. .py extension ഉപയോഗിച്ച് പൈത്തൺ പ്രോഗ്രാമുകൾ സേവ് ചെയ്യുന്നു. അത്തരം പ്രോഗ്രാം ഫയലുകളെ സ്ക്രിപ്റ്റുകൾ എന്ന് വിളിക്കുന്നു. യൂഷ്വലി ബിഗിനേഴ്സ് ലേൺ പൈത്തൺ ഇൻ ഇന്ററാക്റ്റീവ് മോഡ്. പലപ്പോഴും ഇന്ററാക്റ്റീവ് മോഡ്, നേരത്തെ പറഞ്ഞ ഇന്ററാക്റ്റീവ് മോഡിൽ സിംഗിൾ ലൈൻ കമാൻഡുകളാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സിംഗിൾ ലൈൻ കമാൻഡുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പൊതുവെ ഇന്ററാക്റ്റീവ് മോഡ് യൂസ് ചെയ്യുന്നത്. സോ interactive mode is suitable for beginners who learn Python for first time. ആദ്യമായി പൈത്തൺ കമാൻഡുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് പഠിക്കുന്ന വ്യക്തികൾ പലപ്പോഴും ഇന്ററാക്റ്റീവ് മോഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെന്റുകളാണ് പലപ്പോഴും ഇന്ററാക്റ്റീവ് മോഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ മൾട്ടിപ്പിൾ ലൈനുകൾ ആവശ്യമുള്ള അവസരത്തിൽ പലപ്പോഴും നമ്മൾ സ്ക്രിപ്റ്റ് മോഡാണ് യൂസ് ചെയ്യുന്നത്. Python scripts can be created using any editor. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നോട്ട് പാഡ് പോലെയുള്ള ടെക്സ്റ്റ് എഡിറ്റർ അല്ലെങ്കിൽ നോട്ട് പാഡ് ++ പോലെയുള്ള ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് നമുക്ക് പൈത്തൺ സ്ക്രിപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് .py എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് സേവ് ചെയ്യുന്ന പൈത്തൺ പ്രോഗ്രാം ഫയലുകളാണ്. അത്തരം ഫയലുകളെ പലപ്പോഴും .py എന്ന എക്സ്റ്റൻഷനിൽ സേവ് ചെയ്യാറുണ്ട്. ഇത്തരം പ്രോഗ്രാം ഫയലുകളെ സ്ക്രിപ്റ്റുകൾ എന്ന് വിളിക്കുന്നു. സ്വാഭാവികമായിട്ടും സ്ക്രിപ്റ്റുകളിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ലഭ്യമാണ്. അങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന പൈത്തൺ ഇന്റർപ്രറ്ററിന്റെ മോഡാണ് സ്ക്രിപ്റ്റ് മോഡ് എന്ന് പറയുന്നത്. സോ ഇൻ സ്ക്രിപ്റ്റ് മോഡ് വി ക്യാൻ റൈറ്റ് എ പ്രോഗ്രാം ഇൻ പൈത്തൺ ആൻഡ് സേവ് ഇറ്റ് using .py extension, and we use the interpreter to execute the file. പിന്നീട് ഈ ഒരു ഫയലിനെ നമ്മൾ ഇന്റർപ്രറ്റർ ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞു പൈത്തണിന്റെ ഇന്റർപ്രറ്ററിനെ പൈത്തൺ ഷെൽ എന്ന് വിളിക്കും.